അങ്ങനെ അതെ ഞാനും നദീറും ഒന്ന് ബോട്ട് ജെട്ടി ഒക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ്. ഇതാണ് ഇവിടുത്തെ കപ്പൽ വന്ന് നിർത്തുന്ന സ്ഥലം, അതായത് ബോട്ട് ജെട്ടി. ഇവിടെ ഇറങ്ങിയിട്ടാണ് ആളുകൾ കപ്പലിലേക്ക് കയറിയും ഇറങ്ങിയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നേരത്തെ ഞങ്ങൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള സാധനങ്ങൾ നേരത്തെ ഗ്ലാസ് ബോട്ട് പോയ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ അതെ ഇവിടെ വന്ന് ഞങ്ങളൊരു സ്രാവിനെ പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ അതെ നദീർ ചൂണ്ടയും സാധനങ്ങളൊക്കെ സെറ്റാക്കി. എല്ലാവരും വന്നിട്ട് നമ്മളോട് എന്തിനാ അങ്ങനെ ചൂണ്ടിടുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അതെ സ്രാവിനെ ഇപ്പം കിട്ടുമെന്ന് വിചാരിച്ചങ്ങനെ നിൽക്കുകയാണ്. ഇതിന് ഇവിടുന്ന് മീൻ പിടിച്ചിട്ട് വേണം നല്ല പൊരിച്ച് തിന്നാൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അങ്ങനെ അതെ വൈകുന്നേരം ആവുന്നത് വരെ ഇവിടെ ഈ ഒരു വെയിറ്റ് ചെയ്ത് നിന്നതല്ലാതെ ഒരു ചെറിയ മീൻ പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഗൈസ്. അങ്ങനെ ഇവിടുന്ന് മെല്ലെ എസ്കേപ്പ് ആകാൻ വിചാരിച്ച് ഒരു കല്യാണം കൂടി ഇന്ന് രാത്രി ഉണ്ട്. ആ കല്യാണ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച്. മീൻ ഏതായാലും കിട്ടിയിട്ടില്ല. അങ്ങനെ അതെ കല്യാണ വീട്ടിൽ വന്ന് ഇന്നലത്തെ കല്യാണത്തിൻ്റെ അതേപോലുള്ള സെയിം ഫുഡ് തന്നെ കല്യാണ വീട്ടിൽ നിന്ന് ഫുഡും കഴിച്ച് നേരെ ഇതേ ലാസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് ഒരു ക്യാരംസും കളിച്ച് നേരെ ഞങ്ങൾ നദീറിൻ്റെ വീട്ടിലോട്ട് പോയി. നദീറിൻ്റെ വീട്ടിൽ നദീറിൻ്റെ ഉമ്മയും അവൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ട്. അവരുമായിട്ട് ഒരുപാട് നേരം സംസാരിച്ച് നിന്ന് ഉമ്മൻ്റെ സംസാരങ്ങളും കാര്യങ്ങളൊന്നും നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം അവർ മലയാളമല്ലല്ലോ സംസാരിക്കുന്നത്. വന്നു തുടങ്ങി. അപ്പോൾ ശരിക്ക് ആദ്യമുള്ള ആൾക്കാർ പക്ക ഇവിടെ ഉള്ള ഭാഷയായിരുന്നു സംസാരിക്കൽ. നിങ്ങളൊക്കെ പിന്നെ സ്കൂളും പുറത്തൊക്കെ പേര് തുടങ്ങിയപ്പോൾ മലയാളം കൂടുതൽ കയറി തുടങ്ങി. എന്തോ ചീത്ത പറയാനാണ് അത് ചീത്ത തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടിട്ട്. സ്ട്രോങ്ങാ ഓനാണ് ഇവിടുത്തെ ഗുണ്ട. അപ്പോൾ അതെ ഈ കേട്ടതാണ് ഇവരുടെ ഭാഷ. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ നോക്കി ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം.